സ്തോത്രം. അതുപോലെ നമുക്ക് എല്ലാവർക്കും ദൈവം പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മളെല്ലാം സഹായിച്ചല്ലോ. അതോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് കഴിഞ്ഞൊരു ദിവസം ഞാൻ പറയുകയുണ്ടായി. ചെളിയെ അത് കഠിനപ്പെടുത്തുന്നു, കട്ടിയുള്ളതാക്കി തീർക്കുന്നു. അത് സൂര്യൻ്റെ ചൂട് പോലെയാണ്, സൂര്യൻ്റെ പ്രകാശം പോലെയാണ്. സൂര്യൻ്റെ ചൂട് ചെളിയെ കഠിനപ്പെടുത്തുന്നു, കട്ടിയാക്കി തീർക്കുന്നു. എന്നാൽ പാറയേക്കാൾ കടുപ്പമുള്ള മഞ്ഞിനെ, ഐസ് പാളിയെ അത് സാവധാനം ഒരുക്കുന്നു. ഇത് രണ്ടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലത്തും ഈ ഭൂമിയിൽ സംഭവിച്ചിരുന്നു. യേശുക്രിസ്തു പ്രസംഗിച്ച വചനത്തെക്കുറിച്ച് ഒരു കൂട്ടർ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു: ഇത് കഠിനവാക്ക്. എന്നാൽ മറ്റൊരു കൂട്ടർ പറഞ്ഞു ഇത് ലാവണ്യവാക്കുകളാണ്. ഇന്നും ഇതിൽ സത്യമായിട്ട് അവശേഷിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തുക. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ച സമയത്തും യൂത്തിക്കോസ് എന്നൊരു ചെറുപ്പക്കാരൻ ഗാഢനിദ്ര പിടിക്കാനിടയായി. ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിന് മുമ്പിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മരണമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ അക്ഷരികമായ ഉറക്കത്തെക്കുറിച്ചല്ല താനോട് പ്രസ്താവിക്കുക, എങ്കിലും ഞാനത് പറയുന്നു. ആകയാൽ ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി തീത്തോസിൻ്റെ എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുമോ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. കൃപ എന്ന വാക്ക് ആയിരക്കണക്കിന് തവണ നാം ഓരോരുത്തരും കേട്ടിട്ടുണ്ട്. കൃപയെക്കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. എന്താണ് കൃപ, എന്താ കൃപ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഉത്തരം പറയുമെന്ന് ഞാൻ ധരിക്കുന്നു. അതിപ്രകാരം പറയാൻ സാധ്യതയുണ്ട്: അർഹതയില്ലാത്ത സ്നേഹം, കരുണ എന്നൊക്കെ. ഈ കൃപയ്ക്ക് എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, അർഹതയുമില്ല. എന്നാലും ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ ചൊരിഞ്ഞതാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അങ്ങനെ ചൊരിഞ്ഞ ഒരു കേവല കൃപയെക്കുറിച്ച് മാത്രം. ആ കൃപ എന്താണ്, എന്ത് ചെയ്യാൻ വേണ്ടിയാണ് കൃപ നമുക്ക് തന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൃപ നമുക്ക് തന്നിരിക്കുന്നത്, ആ കൃപയെ ഒരു പക്ഷെങ്കിൽ തെറ്റായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഉപയോഗിക്കാൻ സാധ്യത എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പോക്ക്, ഞാൻ പോക്കിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, ദൈവവചനത്തിൽ നിന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ അവനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോയി അവസാനം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അവൻ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും എന്നുള്ള ചിന്തയിൽ ഈ ദൈവത്തിൻ്റെ കൃപയെ തെറ്റായിട്ട് അങ്ങനെ ധരിക്കാൻ സാധ്യതയുണ്ട്. ദൈവം ഏത് പാപിയെയും സ്നേഹിക്കുന്നു. അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അവനെ അംഗീകരിക്കുന്നു. എന്നാൽ
ഇപ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയിൽ തുടരാൻ വേണ്ടിയല്ല ദൈവം അവനെ രക്ഷിക്കുന്നത്. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവളായിരിക്കുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തു അവളെ സ്വീകരിച്ചു, രക്ഷിച്ചു. പക്ഷെ ഒരു വാക്ക് അവളോട് ഇങ്ങനെ പറഞ്ഞു, ഇനി പാപം ചെയ്യരുത്. ദൈവം നമ്മളെ രക്ഷിച്ചത് ഇതിനു വേണ്ടിയാണ്. പണ്ട് നമ്മൾ തുടർന്ന് പോകുന്ന പോലെ തുടരുകയും നമ്മൾ ഒരു ദിവസം രാവിലെ മുതൽ വൈകോളം നമ്മൾ പകൽ സമയത്ത് സുബോധത്തോടെ ജീവിച്ചിരിക്കുന്നു. അപ്പോഴെല്ലാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് അല്ല, നമ്മുടെ ചിന്താഗതി പ്രകാരം ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിട്ട്, അത് വലിയ പാപമൊന്നും എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നുമില്ല. കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു റിവെഞ്ചിങ്, ഒരു പ്രതികാര ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടായി, അല്ലെ നമ്മളോട് എന്തെങ്കിലും മോശമായി പറഞ്ഞവരോട് തിരിച്ച് നമ്മളും മോശമായി പറഞ്ഞു. ഇങ്ങനെല്ലാം ജീവിതത്തിൽ ചെയ്തിട്ട് സന്ധ്യ ആകുമ്പോൾ സന്ധ്യപ്രാർത്ഥന ഉള്ള വീടുകളിൽ എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് കർത്താവ് ഇതൊക്കെ ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അതിന് കാരണം നമുക്ക് കൃപയിലാണല്ലോ. അങ്ങനാണ് നമ്മുടെ ജീവിതമെങ്കിൽ യഥാർത്ഥ കൃപ എന്താണെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തില്ലെന്നല്ല. ദൈവം നിശ്ചയമായി നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവം നമ്മൾ ക്ഷമിച്ചു. അതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. എന്നാൽ ആ പാപക്ഷമയ്ക്ക് ഒരു വ്യവസ്ഥയുണ്ട്. ആ പാപക്ഷമയുടെ വ്യവസ്ഥ ഇതാണ്: അനുതാപം ഇല്ലാത്ത, പാപത്തെക്കുറിച്ച് അനുതപിക്കാത്ത ഒരുവൻ്റെ പാപം എന്തുമാത്രം എപ്രകാരം ദൈവം ക്ഷമിച്ചുവെന്ന് ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാപക്ഷമ, ആ പാപം ക്ഷമിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുതാപം സംഭവിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ ഒരു സാങ്കല്പിക ഒരു സംഭവം ഞാൻ പറയാം. സംഭവമല്ല, ഒരു സങ്കല്പം ഞാൻ പറയാം. വെറും സങ്കല്പമാണ്. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, ദൈവഭാഗത്ത് വരുന്നതിന് മുൻപ് ഒരുവനുമായി വഴക്കുണ്ടായി. എൻ്റെ കയ്യിൽ നല്ലൊരു മൂർച്ചയുള്ള കത്തി ഉണ്ടായിരുന്നു. ഞാൻ അവരെ കാലിട്ടൊരൊറ്റ വിട്ട് കൊടുത്തു. ആളുകളെ കൂടി അവനെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവൻ്റെ ജീവന് അപകടമായി തീരാതിരിക്കണമെങ്കിൽ മുട്ടിൻ്റെ മുകളിൽ വെച്ച് അവൻ്റെ കാല് മുറിച്ച് കളയണം. ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ കുഞ്ഞുങ്ങൾ അലമുറയിട്ട് കരഞ്ഞു, ഭാര്യ നെഞ്ചത്തടി നിലവിളിച്ചു. അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു കാലില്ലെങ്കിലും എൻ്റെ അപ്പൻ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നാൽ മതി. ഡോക്ടർ മുട്ടിൻ്റെ മുകളിൽ വെച്ച് കാല് മുറിച്ച് കളഞ്ഞു. അതിനുശേഷം ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ മാനസാന്തരപ്പെട്ടു, ദൈവഭാഗത്തായി. എന്നിട്ട് ഞാൻ അങ്ങനെ എൻ്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ, വീടിൻ്റെ മുൻവശത്തിരിക്കുമ്പം, ഈ മനുഷ്യൻ സുഖം പ്രാപിച്ചു എത്തി. ഈ മനുഷ്യൻ കക്ഷത്തിലൊരു ഊന്നുവടിയും വെച്ച് റേഷൻ കടയിൽ പോയിട്ട് റേഷനരിയും തലയെ വെച്ചുകൊണ്ട് ഒറ്റക്കാലിൽ ഒരു ഊന്നുവടിയുടെ സഹായത്തോടെ റോഡിലൂടെ അവൻ നടന്നു പോകുന്ന കാണുമ്പോൾ എനിക്കെന്ത് വികാരമാണ് എൻ്റെ ഉള്ളിലുണ്ടാവുന്നത്? എന്താണ് ഉണ്ടാവേണ്ടത്? അപ്പോസ്തലൻ പൗലോസ് രക്ഷിക്കപ്പെട്ടു. നമ്മളെല്ലാവരെക്കാളും യേശുവിനോട് കൂടെ വളരെ അടുത്ത് നടന്നു. എന്നാൽ പലപ്പോഴും താൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തു, അതിലൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു:
യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് ഇത് എഴുതുമ്പം, ഇത് പറയുമ്പം ബൈബിളിൻ്റെ ആ ആത്മീയതയുടെ വീക്ഷണപ്രകാരം പൗലോസ് ഇപ്പോൾ പാപിയല്ല. പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പക്ഷേ ദൈവത്തിൻ്റെ കരുണ എനിക്ക് ലഭിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ പണ്ട് ചെയ്ത പാപങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും റിപ്പൻറ്റൻസ് നമുക്കുണ്ടാകണമെന്നല്ല. പക്ഷേ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനാൽ ദൈവം അംഗീകരിക്കപ്പെടുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിപ്പൻറ്റൻസ്, കർത്താവേ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ, അതോർത്ത് നമ്മുടെ ഹൃദയം പൊട്ടി ഒരു കരച്ചിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടാണോ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ നിന്ന് നാം പാപക്ഷമ പ്രാപിച്ചതെങ്കിൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. യഥാർത്ഥ ദൈവകൃപ അതാണ്. ഒരു വ്യാജകൃപ ഈ ലോകത്തിലുണ്ട്. ഒരു വ്യാജ യേശു, ഒരു വ്യാജ ആത്മാവ്, വ്യാജ സുവിശേഷം ഉള്ളതുപോലെ ഒരു വ്യാജകൃപ ഈ ലോകത്തിലുണ്ട്. പിശാച് എല്ലായ്പ്പോഴും ശ്രമിക്കുന്നൊരു കാര്യം, ഒരുവനെ നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുന്നതിനേക്കാൾ അധികം പിശാച് ശ്രമിക്കുന്നത് ഒരുവനെ വഴി തെറ്റിച്ച് വിടാനാണ്. യഥാർത്ഥമായ വഴിയിൽ നിന്ന് മാറ്റി ഈ വഴിയെ പോയാലും കുഴപ്പമില്ല എന്ന് ഉള്ളിൽ ഒരു ബോധം തന്നിട്ട് അങ്ങനെ നടത്താനാണ് പിശാചിന് താല്പര്യം. അതുകൊണ്ട് നാം കേട്ട ദൈവകൃപ യഥാർത്ഥ കൃപയാണോ? ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നതാണ് പൗലോസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ കൃപ എന്താണ് ചെയ്യുന്നത്? ആ കൃപ വൈകുന്നേരം സുഖമായ തലവണ പോലെ വെച്ചിട്ട് ആ കൃപയിൽ ആശ്രയിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി ഉള്ള നല്ല കൃപ. നേരെ മറിച്ച് എല്ലാ ദിവസവും ആ കൃപ നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന കൃപയാണ് കൃപ. അങ്ങനല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചമോഹങ്ങളെ വർജിച്ചിട്ട്, വേണ്ടാന്ന് വെച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും നീതിയോടും കൂടെ ജീവിക്കേണ്ടതിന് അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു. ആ കൃപയുടെ ശിക്ഷണം കൂടിയേ തീരൂ. എന്തിനാ ശിക്ഷിക്കുന്നത്? നാം ഈ ലോകത്തിൽ ഈ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കും. പ്രപഞ്ചമോഹങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ലോകസ്നേഹം, ലൗകികമായ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭയത്തോടും കൂടെ ജീവിക്കാൻ അത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു, ശാസിച്ച് വളർത്തുന്നു. അതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് കർത്താവ് യേശു അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 12 വാക്യം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത അതാണ് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. അതായിരിക്കണം. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പം ഈ ലോകത്തിലെ എൻ്റെ സാഹചര്യങ്ങൾ എല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യപ്രകാരം അനുകൂലമായി കിട്ടുക എന്നുള്ളത് നമ്മുടെ പ്രത്യാശ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതല്ല. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അതായിരിക്കണം. അതിനെയാണ് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. മറ്റേതൊന്നും ഭാഗ്യകരമായ പ്രത്യാശയല്ല. നാം ഈ കാണുന്നതിന് വേണ്ടിയാണ് പ്രത്യാശിക്കുന്നതെങ്കിൽ
ഇനി അതിനുവേണ്ടി എന്തിനാ പ്രത്യാശിക്കുന്നതെന്ന് അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്നു. നാം ഈ കാണുന്നതിന് വേണ്ടി പ്രത്യാശിക്കുന്നുവെങ്കിൽ ഒരുത്തൻ കാണുന്നതിന് വേണ്ടി ഇനി പ്രത്യാശിക്കുന്നത് എന്തിനാ? അത് കണ്ടു കഴിഞ്ഞല്ലോ. എന്നാൽ പ്രത്യാശ എന്ന് പറയുന്നത് അത് വരാനുള്ളതാണ്. പ്രത്യാശ അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്. അതിനുവേണ്ടിയാണ് ഈ ദൈവകൃപ. അല്ലാതെ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി ലോകമോഹം ഉണ്ടായാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും ഇങ്ങനെയല്ലേ ജീവിക്കുന്നത് എന്നൊരു വ്യാജ ആശ്വാസം ഒരു തലവണയായി വെച്ചുകൊണ്ട് രാത്രി ഉറങ്ങാൻ വേണ്ടിയുള്ളതല്ല ദൈവകൃപ. നേരെ മറിച്ച് അത് ദിവസം തോറും നാഴിക തോറും ഓരോ ദിവസവും എന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ആ കൃപയുടെ ശിക്ഷണത്തിൻ്റെ കീഴിൽ ഞാൻ ആയിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ യഥാർത്ഥ ദൈവകൃപയാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ആ ദൈവകൃപയുടെ പ്രത്യേകത ഇതാണ്. ആ പാപക്ഷമയുടെ പ്രത്യേകത ഇതാണ്. ആ പാപക്ഷമയ്ക്ക് ഒരു അനുതാപം ഉണ്ടായിരിക്കും. ആ അനുതാപം ഞാൻ മുമ്പേ പറഞ്ഞ പോലെയാണ്. ആ മനുഷ്യൻ അങ്ങനെ പോകുന്നത് കാണുമ്പം എൻ്റെ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ അയ്യോ കർത്താവേ, ഞാൻ അന്നങ്ങനെ ചെയ്തു പോയല്ലോ, എനിക്കങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി എന്ന് ആരും പറഞ്ഞില്ലെങ്കിലും എൻ്റെ കണ്ണിൽ നിന്ന് ഞാൻ അറിയാതെ കൊടുകൂടാ കണ്ണുനീര് വരുന്നില്ലെങ്കിൽ എൻ്റെ രക്ഷ എന്തായിരുന്നു എന്ന് ഞാനൊന്നോട് പരിശോധിക്കുക. പോയ കാലങ്ങളിലെ പാപങ്ങളെ ഓർത്ത് അത് ദൈവ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞ സത്യമാണ്. എന്നാൽ ആ പാപങ്ങളെയൊക്കെ ഓർത്തിട്ട് എനിക്ക് ദിവസം തോറും ഒരു മാനസാന്തരവും പുതുക്കവും എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ ദൈവകൃപയെ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാവരും ദൈവഭക്തന്മാരായ എല്ലാവരും അങ്ങനെ മാനസാന്തരപ്പെട്ടവരാണ്. ദാവീദിൻ്റെ ചരിത്രം നമുക്കറിയാം. ബത്ശേബയുമായിട്ടുള്ള ബന്ധം, ദാവീദ് കാണിച്ച പാപം, ബത്ശേബയെ സ്വന്തം ഭാര്യ എടുത്തു എന്നുള്ളതൊന്നുമല്ല ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ വരുമ്പം ഏറ്റവും മഹാപാതകം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യം കാണിച്ചു തരാം ദാവീദ് ചെയ്തത് എന്താണെന്ന്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ. പുറപ്പാട് 21:14 ദാവീദ് ചെയ്ത കാര്യം അവിടെ എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം കൂടാതെ എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തെങ്കിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകണം. അവൻ കരുതിക്കൂട്ടാതെ മതി വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നാൽ, യാഗപീഠത്തിൻ്റെ കൊമ്പുണ്ട് നമുക്കറിയാം. യാഗപീഠത്തിന് എത്ര കൊമ്പുണ്ട്? 4 കൊമ്പുണ്ട് യാഗപീഠത്തിന്, അല്ലേ? യാഗപീഠത്തിന് 4 വശത്തും 4 കൊമ്പുകളുണ്ട്. ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ ഒരുത്തൻ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പ് എത്ര പാപം ചെയ്തവനാണെങ്കിലും യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പോയി പിടിച്ചാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ മോശ എഴുതിയിരിക്കുന്നു, ഒരുത്തനെ ചതിച്ച് കൊല്ലുവാണെങ്കിൽ അവൻ യാഗപീഠത്തിൽ പോയി പിടിച്ചാലും അവിടെ നിന്ന് എന്ത് ചെയ്യണം? അവനെ കൊന്നുകളയണം. ശലോമോന്റെ കാലത്ത് യോവാബ് എന്ന് പറഞ്ഞ മനുഷ്യൻ, യോവാബ് നേരിൻ്റെ മകനായ അബ്നേരിനെ ചതിച്ചു കൊന്നു. യാഗപീഠത്തിന് കൊമ്പിൽ പോയി പിടിച്ചു. ശലോമോൻ ആളയച്ചു, വിളിപ്പിച്ചു. അവൻ പറഞ്ഞില്ല, ഞാൻ വരത്തില്ല, ഞാനിവിടെ വെച്ച് തന്നെ മരിക്കത്തേ ഉള്ളൂ. യോവാബ് പറഞ്ഞു. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞ കാര്യം ശരി, അവൻ വരുന്നില്ലേ, വരണ്ട, അവൻ പറഞ്ഞതുപോലെ അവിടെ വെച്ച് തന്നെ അവൻ വെട്ടി കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. യോവാബ് യാഗപീഠത്തിന് കൊമ്പിൽ പിടിച്ചിട്ടും യാഗപീഠത്തിന് കൊമ്പിൽ പിടിച്ചവൻ മരിക്കാനിടയായി. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ദാവീദ് എന്താ ചെയ്തത്? ബത്ശേബയെ ഭാര്യയായിട്ട് എടുത്തുന്നുള്ളതൊന്നുമല്ല, അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് യാഗപീഠത്തിന് കൊമ്പിൽ പോയി പിടിച്ചാലും കൊല്ലപ്പെടാനുള്ള പാപമാണ് ദാവീദ് ചെയ്തത്. എന്താ പാപം?
കൂട്ടുകാരനെ ചതിച്ചു കൊന്നു, അല്ലേ? യുദ്ധത്തിൽ മുന്നണിയിൽ നിർത്തണമെന്ന് കത്ത് കൊടുത്തു വിട്ടു, മുന്നണിയിൽ നിർത്തണം. പടമുറുകുമ്പോൾ നിങ്ങൾ പിന്മാറണം, ഇവൻ കൊല്ലപ്പെടണം. ചതിയല്ലേ, കൊടും ചതിയല്ലേ, ഭയങ്കര ചതി. ദാവീദ് ചെയ്തതാണ്. ആ ദാവീദ് 51 സങ്കീർത്തനം സാവകാശത്തിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒറ്റയ്ക്ക് വായിച്ചു നോക്ക് സഹോദരി സഹോദരന്മാരെ. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് ഇങ്ങനെ മഹാപാപം ചെയ്തു. ദാവീദ് പറയുന്നു, ഞാൻ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ള ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ദാവീദേ? അതുകൊണ്ട് എൻ്റെ ഹൃദയം ഒന്ന് മാറ്റി വെക്കണം. ഈ ഹൃദയമാണ് എനിക്ക് ഇനി ഉള്ളതെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ളൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. ഈ ഹൃദയം എനിക്കത് മാറ്റിത്തരണം. ഈ ഹൃദയം ഇങ്ങനെ വഷളത്വം നിറഞ്ഞ ഹൃദയമാണ്. യേശു തന്നെ പറഞ്ഞല്ലോ, കൈ കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ദുഷ്ചിന്ത, വ്യഭിചാരം, ഇങ്ങനെ എല്ലാ ദുഷ്ടതകളും ഇരിക്കുന്ന സ്ഥലമാണ് മനുഷ്യൻ്റെ ഹൃദയം. ദാവീദ് പറഞ്ഞു, എനിക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് ദൈവമേ, നീ എൻ്റെ ഹൃദയം ഒന്ന് മാറ്റിത്തരണം. ഒരു നിർമ്മലമായ ഹൃദയം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കണം. അതാണ് എൻ്റെ താല്പര്യം. ദാവീദ് 51 സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ അങ്ങ് നെടുമ്പാട് വീണ് ദൈവം കരയുന്ന ദാവീദിനെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ട് താല്പര്യം, നമ്മുടെ പാപങ്ങളെ ഓർത്ത് ഇങ്ങനെ ദൈവം നെടുമ്പാട് വീണ് നമ്മുടെ പാപങ്ങൾ നമുക്ക് സഹിക്കാൻ വയ്യാത്തതായിട്ട് അങ്ങനെ ഒരു അനുതാപത്തോടു കൂടെയാണോ നാം പാപക്ഷമ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്? അല്ല എങ്കിൽ ആ കൃപയല്ല, വ്യാജമായ കൃപയാണ്. ഇനി ഈ കൃപയുടെ വേറെ ഒരു പ്രത്യേകത, നമ്മുടെ പാപക്ഷമ എപ്രകാരമായിരുന്നു നമ്മൾ പരിശോധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ രക്ഷ. ഇവിടേക്ക് നമ്മളെല്ലാവരും, തീർച്ചയായിട്ടും ഞാനും നമ്മളെല്ലാവരും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ഈ രക്ഷ അതിൻ്റെ പ്രവൃത്തിപദത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു. അതെന്തിനാ? അത് നരകത്തിൽ പോയാലേ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ദൈവം അങ്ങനെ രക്ഷിച്ചത് തന്നെ. നല്ലതാണ്, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ രക്ഷയായി തീരുന്നത്, നമുക്ക് ഒരു വാക്യം നമുക്ക് വായിക്കാം. വായിക്കണ്ട, ഞാൻ പറയാം. വായിക്കാൻ സമയമുണ്ടല്ലോ ഇല്ലല്ലോ, കുറവാണല്ലോ. സക്കായി എന്ന മനുഷ്യൻ മരത്തിൻ്റെ മുകളിൽ കയറി. എന്നെപ്പോലെ പൊക്കം കുറഞ്ഞവനായിരുന്നു. പക്ഷേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുവിനെക്കുറിച്ച് അറിയാം. യേശു എങ്ങനെയുള്ളവനാണെന്ന് അറിയാൻ അന്ന് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി. അപ്പോൾ ഓടിച്ചത് മരത്തിൽ കയറി, മരത്തിന് താഴെ ഇറങ്ങി. യേശു ഭവനത്തിൽ ചെന്നു. യേശു അവനോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് എന്ത് വന്നു? രക്ഷ വന്നു. എന്താ അതിൻ്റെ മുമ്പുള്ള സംഭവം? മാനസാന്തരപ്പെട്ടു. എങ്ങനെ മാനസാന്തരപ്പെട്ടു? കർത്താവേ,
ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വിൽക്കാൻ പോവാ. യേശു പറഞ്ഞായിരുന്നു നിന്റെ സ്വത്തെല്ലാം വിൽക്കാൻ പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ എൻ്റെ സ്വത്ത് മുഴുവൻ വിൽക്കുവാണ്. എന്നിട്ടോ അതിൽ പകുതി ദരിദ്രർക്ക് കൊടുക്കുവാണ്. ആരോടെങ്കിലും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. 4 മടങ്ങ് മടക്കി കൊടുക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1000 രൂപയ്ക്ക് സ്ഥലം വിറ്റെന്ന് വിചാരിക്കുക. ഒരു സങ്കല്പം പറയുകയാണ്. 1000 രൂപയ്ക്ക് പുള്ളിക്കാരൻ്റെ 1000 ആയിരിക്കത്തില്ല, അല്ല ഒരു സങ്കല്പമാണ്. 1000 രൂപയ്ക്ക് സ്ഥലം വിറ്റു. അതിൽ നേരെ 500 രൂപ എന്ത് ചെയ്തു? ദരിദ്രം കൊടുത്തു. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 500 ഉള്ളൂ. ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇരട്ടി മടക്കി കൊടുക്കും? 4 മടങ്ങ് മടക്കി കൊടുക്കും. അപ്പം എനിക്ക് എൻ്റെ കണക്കിൽ വലിയ മുൻപന്നൊന്നും അല്ലാതെ എൻ്റെ ധാരണ ഞാൻ പറയാം, കുറച്ച് പൈസയുടെ എവിടെയെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ഈ 50 രൂപയേ ഉള്ളൂ, 4 മടങ്ങ് മടക്കി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത്, രക്ഷ എന്ന് പറയുന്നത് കേവലം ഒരു രക്ഷ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ് മാത്രം, ഒരു സാധനം മാത്രമല്ല. ആ രക്ഷയ്ക്ക് മുമ്പിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? അത് മാനസാന്തരമാണ്. ആരും പറഞ്ഞില്ല. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് യേശു പറയുന്നത്, ഇന്ന് ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിനും എന്ത് വന്നു? രക്ഷ വന്നു. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ ഈ കൃപ നമ്മളെ രക്ഷിക്കുന്നൊരു വിധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളെ ശിക്ഷിക്കുന്നുണ്ട് കൃപ. അതെ, കൃപ നമ്മളെ ശാസിക്കുന്നും ശിക്ഷിക്കുന്നുണ്ട്. കൃപ നമ്മളെ ശിക്ഷിക്കുന്നു. അയ്യോ, കൃപ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ട് കിടന്ന് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ലേ കൃപ. അത് നമ്മൾ ശിക്ഷിക്കുമോ? നിശ്ചയമായും ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി, യേശുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഈ കൃപ ശിക്ഷിക്കും. കൃപ പലപ്പോഴും ഈ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ മനസ്സ് വ്യക്തികളുടെ മുമ്പിൽ ദൈവം നോ എന്ന ബോർഡ് പലപ്പോഴും വെക്കും. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. നേരം വെളുത്തപ്പോൾ യേശു ചെന്നു. യേശു പത്രോസിനോട് പറഞ്ഞ കാര്യം, നീ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, പക്ഷെ നിൻ്റെ ഡയറക്ഷൻ മാറ്റേണ്ടതാണ്. നിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും ഇനി കിട്ടത്തുള്ളൂ. ഡയറക്ഷൻ മാറ്റിയാൽ ഞാൻ അറിയാമല്ലോ, പടകിൻ്റെ എതിർവശത്ത് വല ഇറക്കാനല്ലേ യേശു പറഞ്ഞത്. അപ്പോൾ ഈ ഡയറക്ഷൻ മാറ്റിയേ പറ്റുള്ളൂ. ഈ ഡയറക്ഷൻ മാറ്റിയിട്ട് പത്രോസിന് സ്വർഗം കൊടുക്കുന്ന വല മീൻ പിടിക്കുന്ന വലയല്ല, ദൈവരാജ്യത്തിൻ്റെ വലയാണ് പത്രോസിനെ ഏൽപ്പിക്കുന്നത്. മനുഷ്യനെ പിടിക്കുന്ന വലയാണ് പത്രോസിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ ഈ ഡയറക്ഷൻ മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ പിടിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ വല പത്രോസിനെ യേശു ഏൽപ്പിക്കും. പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ടു. നമ്മൾ അത്ഭുതകരമായ സംഭവമാണ്. അതിന് 2 വശങ്ങളുണ്ട്. ഒന്നാമത്തെ വശം, ന്യായപ്രമാണം ലഭിച്ചപ്പോൾ ജീവനുള്ള 3000 പേര് മരണത്തിന് അധീനരായി തീർന്നു. മോശ ന്യായപ്രമാണം കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചതാണ്. എന്നാൽ കൃപയുടെ പ്രമാണം ലഭിച്ചപ്പോൾ മരിച്ചുപോയ 3000 പേര് ജീവനിലേക്ക് കടക്കാനിടയായി. ഇതാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൽ സംഭവിച്ചത്. ന്യായപ്രമാണം ജീവനുള്ള 3000 പേരെ മരണത്തിന് അധീനനാക്കിയപ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്താൽ മരിച്ചുപോയ 3000 പേര് ജീവനിലേക്ക് കടക്കാനിടയായി.
അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. മറന്നു പോരുത്. പക്ഷേ ഇങ്ങനെ 3000 പേരെ രക്ഷയിലേക്ക് നടത്താൻ പത്രോസിനെ പ്രാപ്തമാക്കിയ കാര്യം, പത്രോസ് രാത്രി മുഴുവനും ഹൃദയം പൊട്ടി കരഞ്ഞവനായിരുന്നു. നിങ്ങൾ ചരിത്രം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അവൻ പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നല്ല, ഒരു പ്രത്യേക വാക്കുണ്ട് അവിടെ, അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. അതിദുഃഖത്തോടെ പത്രോസ് പൊട്ടിക്കരഞ്ഞതുകൊണ്ട് 3000 പേരെ ആ ഡയറക്ഷൻ മാറ്റിയത് കൊണ്ട് 3000 പേരെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടാൻ പത്രോസിന് കഴിഞ്ഞു. പത്രോസിന് മുമ്പിൽ രാത്രി മുഴുവൻ നോ എന്നൊരു ബോർഡുണ്ടായിരുന്നു. ഞാൻ ഒരു അക്ഷരീയമായ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. പൗലോസിന് ഭയങ്കരമായൊരു പ്രയാസ ശരീരത്തിലുണ്ടായിരുന്നു. പൗലോസ് ഇവിടെ ഇരിക്കുന്ന ഞാനും നമ്മളാരും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ തീർച്ചയായും പൗലോസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം കൊടുക്കേണ്ടതാണ്, അനുകൂലമായ ഉത്തരം കൊടുക്കേണ്ടതാണ്. എന്നാൽ പൗലോസ് പറഞ്ഞു, ഈ മുള്ള് മാറിപ്പോകാൻ വേണ്ടി, ഈ ശൂലം മാറിപ്പോകാൻ വേണ്ടി ഞാൻ 2-3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം ഉത്തരം കൊടുത്ത ഉത്തരം എന്തായിരുന്നു? നോ എന്നുള്ള ഉത്തരമായിരുന്നു. ഇല്ല. ഉത്തരം വളരെ ഷാർപ്പായിരുന്നു, വളരെ കൃത്യതയുള്ളതായിരുന്നു. നോ, ഞാൻ ഈ മുള്ള് മാറ്റത്തില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? മുള്ള് മാറിയില്ല, പൗലോസ് മാറി. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ദൈവകൃപയെക്കുറിച്ച് ഉള്ള റെവലേഷൻ പൗലോസിന് കിട്ടാനിടയായി. എന്താണ് കൃപയെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പൗലോസിന് വ്യക്തമായി മനസ്സിലായി. ഈ ദൈവകൃപ എന്താണെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ മുള്ള് പൗലോസിൻ്റെ ശരീരത്തിൽ നിർബാധം തുടർന്നിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ കൃപ നമ്മളെ ശിക്ഷിക്കും, നമ്മളെ ശാസിക്കും, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യും. പലപ്പോഴും ദൈവത്തിൻ്റെ നോ എന്ന വാക്ക് നമുക്ക് മുമ്പിൽ അടയുന്ന പല വാതിലുകളും, ദൈവം മൗനമായിരിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുണ്ടായിരുന്നിരിക്കാം. അപ്പോഴെല്ലാം നാം ഒരു കാര്യം ഓർക്കുക, ദൈവം ഇത്രയ്ക്ക് ക്രൂരനാണോ? അതുകൊണ്ടല്ല പ്രിയമുള്ളവർ, ഈ വഴിയിൽ പോയാൽ പല വാതിലുകളും ദൈവം അടയ്ക്കുന്നതിൻ്റെ കാരണം, ഈ വഴിയിൽ പോയാൽ നിത്യമായ നാശത്തിൽ ഇവൻ ചെന്നെത്തുമെന്ന് ദൈവത്തിനറിയാവുന്നതുകൊണ്ട് ആ ഡോർ ദൈവം അടയ്ക്കുകയാണ്. ദൈവം നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന പല മുറിവുകളും, യേശുക്രിസ്തു നമ്മുടെ മേൽ ഏൽപ്പിക്കുന്ന പല മുറിവുകളും, സാദൃശ്യവാക്യത്തിൽ ശലോമോൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ എന്തിൻ്റെ അടയാളമാണ്? സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ അടയാളമാണ്. നമുക്കാർക്കെങ്കിലും ആ സ്നേഹിതനാൽ മുറിവാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ ഉയരുന്നതെങ്കിൽ, ആ മുറിവ് വിശ്വസ്തതയുടെ അടയാളമാണ്. നിത്യതയിൽ തികഞ്ഞ വെളിച്ചത്തിൽ നാം നിൽക്കുമ്പോൾ, യേശുവിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, ഈ മുറിപ്പാട് നോക്കി അന്ന് നമുക്കിങ്ങനെ പറയാനിടയാകും, കർത്താവേ, നീ അങ്ങനെ അന്ന് ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ വരാനിടയായത്. ഈ കൃപ നമ്മളെ ശാസിക്കും, ശിക്ഷിക്കും. നമ്മുടെ വഴിയിൽ മുള്ളുകൾ ഉണ്ടാകും, മുൻപും പിൻപും അടച്ച് പലപ്പോഴും അവൻ്റെ കൈ നമ്മുടെ മേൽ ഭാരമായി വെക്കും. കാരണം
എൻ്റെ സ്വന്തം വഴിയിൽ വിടാൻ ദൈവം എന്നെക്കുറിച്ച് താല്പര്യപ്പെടുന്നില്ല. അപകടമുള്ള വഴിയിലൂടെ പോകുന്ന ഒരു 3 വയസ്സുകാരനെ അവൻ്റെ അപ്പൻ ആ റോഡിൽ നിന്ന് ബലമായി പിടിച്ചു മാറ്റുന്നത് പോലെ ഈ വഴിയിൽ നിന്ന് ദൈവം എന്നെ മാറ്റുന്നതാണത്. അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ തൻ്റെ കൃപയാൽ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നാം താല്പര്യപ്പെടുന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നതിൻ്റെ കാരണം, കർത്താവേ, എന്തിനാണ് നീ ഇതൊക്കെ എന്നിൽ നിന്ന് എടുത്തു മാറ്റിയത്? യേശുവിൻ്റെ ഉത്തരം ഇങ്ങനെയായിരിക്കും: നീ ഒരിക്കലും എന്നിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നിനക്കുള്ള പലതിനെയും ഞാൻ എടുത്തു മാറ്റുമായിരുന്നു. നീ എന്നിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിനക്കുള്ളതിനെ പലതിനെയും ഞാൻ മാറ്റുന്നു. അബ്രഹാമിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ. അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ എന്നും എന്നേക്കുമായിരിക്കുന്നതിന് വേണ്ടി അബ്രഹാം സ്നേഹിച്ച തൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ അബ്രഹാമിൽ നിന്നും ദൈവം മാറ്റിക്കളഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ദൈവം പലതും നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞതിൻ്റെ കാരണം എത്രത്തോളം ആഴമായി ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് നമുക്കറിയത്തില്ല. യോഹന്നാൻ സുവിശേഷം 13:7 ഇങ്ങനെ വായിക്കുന്നല്ലോ: ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെ അറിയും. നിത്യതയുടെ തെളിഞ്ഞ ആ തെളിവിൽ, ആ വെളിച്ചത്തിൽ ഇന്ന് നാം നടക്കുന്ന കണ്ണുനീരിൻ്റെ വഴികൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അന്ന് നമുക്ക് ദൈവം കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ കിരീടങ്ങൾ കുഞ്ഞാടിൻ്റെ മുമ്പിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയാനിടയാവും: കുഞ്ഞാടെ, നീയാണ് യോഗ്യൻ, നീ യോഗ്യൻ. എന്നെ ഇവിടെ വരുത്താൻ വേണ്ടി ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എൻ്റെ വഴികളെ നീ അടച്ചു കളഞ്ഞു, എന്നിൽ പലതും നീ എടുത്തു മാറ്റിക്കളഞ്ഞു. അപ്പോൾ എനിക്കത് മുറിവായി തോന്നി. എന്നാൽ ആ മുറിവുകളെല്ലാം എന്നെ സ്നേഹിക്കുന്നതിനായ നിൻ്റെ വിശ്വസ്തയുടെ അടയാളമായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ പലതും നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. എന്നാൽ ദൈവം മൗനമായിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർത്ത മറിയ ഒറ്റ സഹോദരനേ ഉള്ളൂ. ഞാൻ വിചാരിക്കുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരായിരിക്കാം. അവരുടെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. അപ്പനും അമ്മയും ഇല്ലാത്തൊരു വീട്, ഒരാങ്ങള മാത്രമുണ്ട്, 2 പെങ്ങന്മാരുമുണ്ട്, ആശ്രയിക്കാൻ വേറെ ആരുമില്ല. ആങ്ങളയ്ക്ക് കലശലായ ദീനം വന്നപ്പോൾ ഗുരുവിനോ ആളയച്ച് പറഞ്ഞു: നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. അവർക്കറിയാം പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് കഠിന ജ്വരം ബാധിച്ചിട്ട് യേശു ഒരു വാക്ക് പറഞ്ഞുള്ളൂ, അമ്മായിമ്മ ചാടി എഴുന്നേറ്റ് പോയത് അവർക്കറിയാം. അനേക രോഗികളെ സൗഖ്യമാക്കിയ ചരിത്രം മാർത്തയ്ക്കും മറിയയ്ക്കും അറിയാം. അതുകൊണ്ട് അവർ യേശുവിൻ്റെ അടുക്കൽ ആളെ പറഞ്ഞു വിട്ടു. യേശു അനങ്ങിയില്ല. സ്വർഗം മിണ്ടാതിരുന്നു. 1 ദിവസമല്ല, 4 ദിവസം അനങ്ങിയില്ല. നാറ്റം വെച്ച് 4-ാം ദിവസം യേശു വന്നു. നമ്മളാണ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കാം: എന്തിനു വന്നതാ? എന്തിനാ ഇപ്പോൾ വന്നേ? ദീനമായി കിടന്നപ്പം പറഞ്ഞതല്ലായിരുന്നു? വന്നില്ല. ശവടക്കിന് റീത്ത് വെക്കാൻ പോലും വന്നില്ല. നാറി പുഴുത്തപ്പം കയറി വന്നിരിക്കുന്നത് എന്തിനാ വന്നേ? ദീനമായി കിടന്നപ്പോൾ വന്ന് സൗഖ്യമാക്കിയിരുന്നുവെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുത്തില്ലായിരുന്നു. കല്ലറയുടെ മുമ്പിൽ വെച്ച് യേശു അങ്ങനല്ലേ പറഞ്ഞത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വർഗം മൗനമായിരുന്നേക്കാം. നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല, ദൈവനാമം നമ്മളിൽ കൂടെ മഹത്വപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവനാമം ഈ ലോകത്തിൽ മഹത്വപ്പെടാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെയാണ്. ഈ ലോകം വെളിച്ചം കാണണമെങ്കിൽ അത് നമ്മളിൽ കൂടെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിൽ കൂടെ, നമ്മളിൽ കൂടെ. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ: നാം അവന് തയ്യാറാണോ? അതോ ഈ ലോകത്തിൻ്റെ ഈ
ഇവിടെ നമ്മൾ വായിച്ചു കേട്ട പോലെ ഈ പ്രപഞ്ച മോഹങ്ങൾ വർജിക്കാൻ നാം വിസമ്മതിക്കുന്നു. ഈ ലോകത്തിൻ്റെ അല്ലേ, അങ്ങനല്ലേ ആ വാക്യം ഒന്നുകൂടെ വായിക്കോ. 12-ാമത്തെ വാക്യം, 13-ാമത്തെ വാക്യം. പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. ഈ പ്രപഞ്ചമോഹങ്ങൾ വർജിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, അത്ര ഈസിയായ കാര്യവുമല്ല. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്ന ആരാ ഉള്ളത്? നമ്മളുടെ എല്ലാവരുടെയും അധ്വാനം, താല്പര്യം അതിനുവേണ്ടി തന്നെയാണ്. ഈ ലോകത്തിൽ ഇപ്പോഴുള്ള ദുരിതവും പ്രയാസവും ഞെരുക്കവും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറിയിട്ട് വലിയ ആഡംബരമൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ആവറേജ് രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇത് കൃപ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടർമാനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നാം എങ്ങനെ ആയിരിക്കണം? നാം ഈ പ്രപഞ്ചമോഹങ്ങളെ നോ എന്ന് പറയുന്നവരായിരിക്കണം. അത് വേണ്ട. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നും വേണ്ടെന്നാണോ ഇയാൾ പറയുന്നത്? അല്ല, ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നാം മനസ്സുള്ളവരാണെങ്കിൽ, മനസ്സ് വെക്കുന്നവരാണെങ്കിൽ, ആ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള പ്രാപ്തി ദൈവം നമുക്ക് തരും. ഈ മാർത്തയുടെ മറിയയുടെ വീട്ടിൽ യേശു വന്നു. ദൈവനാമോട് മഹത്വപ്പെടാനിടയായി. പഴയ നിയമഭക്തനായ യോസേപ്പിൻ്റെ ചരിത്രം, നീണ്ട വർഷങ്ങൾ, എനിക്ക് 10 ഉപയോഗിക്കുമ്പോൾ യോസേപ്പിന് 30 വയസ്സായിരുന്നു. ഒരു 10-16 വർഷമെങ്കിലും ഒന്നും സംഭവിച്ചില്ല. യോസേപ്പിൻ്റെ ജീവിതത്തിൽ പലത് സംഭവിച്ചു, പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ സ്വർഗത്തിനൊരു അനക്കവും ഇല്ലായിരുന്നു. പൊട്ടക്കനിൽ ഇട്ടപ്പോഴും, പത്തിപ്പേരുടെ വീട്ടിൽ നിന്ന് കാരാഗ്രഹത്തിൽ പോയപ്പോഴും ഇവിടെ ഒന്നും ദൈവം സ്പെഷ്യലായിട്ടൊന്നും ചെയ്ത് നമ്മൾ കാണുന്നില്ല. പക്ഷെ അവസാനം ഫറവോൻ്റെ മുമ്പിൽ അവിടുത്തെ രാജാവായി, അവിടുത്തെ ഭരണാധികാരിയായി യോസേപ്പ് നിൽക്കുമ്പം, സഹോദരന്മാർ അരിച്ചാക്കുമായിട്ട് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇത് തങ്ങൾ വിട്ടുകളഞ്ഞ യോസേപ്പാണെന്ന്. യോസേപ്പിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്: സഹോദരന്മാരെ, നിങ്ങൾ എന്നെ മിസ്രൈമിലേക്ക് വിറ്റ് കളഞ്ഞതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, പേടിക്കണ്ട. ദൈവം നിങ്ങൾക്ക് മുൻപായിട്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയച്ചതാണ്. ഈ വർഷങ്ങളെല്ലാം സ്വർഗം മിണ്ടാതിരുന്നത് യോസേപ്പിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മാറ്റം വരുത്തിയിട്ടല്ല. സഹോദരന്മാർ, ഒരു ദിവസം യോസേപ്പിനെ നമസ്കരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ആ സ്വപ്നം മാറിപ്പോയിട്ടില്ല. പക്ഷേ അതിനുള്ള വഴി ഇതാണ്. പ്രിയ സഹോദരന്മാരെ, കനാലിലേക്ക് ഷോർട്ട് കട്ടുകളൊന്നുമില്ല. കനാലിൽ എത്തണമോ? മരുഭൂമി മാത്രമേ ഉള്ളൂ. അതിന് കുറുക്ക് വഴികളൊന്നുമില്ല. കുറുക്ക് വഴി ഉണ്ടെന്ന് ഇന്ന് പഠിപ്പിക്കുന്ന ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഇല്ല പ്രിയമുള്ളവരെ, ഈ കൃപ നമ്മളെ ശാസിച്ച് ശിക്ഷിച്ച് നടത്താൻ ദൈവം നമ്മളെ തന്നെ പൂർണ്ണമായി ഒരു വ്യവസ്ഥകളും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത നമുക്കൊരു വലിയ സന്തോഷത്തിൻ്റെ സുദിനമായി തീരും. അന്ന് അങ്ങനെയുള്ളവരുടെ വെളിപ്പാട് പുസ്തകം വായിക്കുന്നല്ലോ, ദൈവം താൻ ദൈവമായിരുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ലാത്തവൻ്റെ, കണ്ണുനീരില്ലാത്തവൻ്റെ ഏത് കണ്ണുനീരാണ് ദൈവം തുടയ്ക്കുന്നത്? അല്ല. ഇന്നത്തെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ, ഈ ജീവിതത്തിൽ ഇടതടവില്ലാതെ ഹൃദയത്തെ കീറി മുറിക്കുന്ന ഓരോ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെ കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനുഭവമുള്ളവർ, അപ്പോഴും ഈ ദൈവകൃപയ്ക്ക് തങ്ങളെ തന്നെ ഭരമേൽപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കണ്ണിൽ നിന്ന് ദൈവം കണ്ണുനീർ തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ലഘുവായി എടുക്കേണ്ട ഒരു കാര്യമല്ല. ദൈവകൃപയെ നമ്മളെ വളരെ സൂത്തി നമ്മളെ ഇങ്ങനെ പാമ്പർ ചെയ്യും, നമ്മളെ
അങ്ങനെ നമ്മളെ സൗകര്യപ്രദമായ രീതിയിൽ നമ്മളെയും വിട്ടിട്ട് അങ്ങനെ പൊക്കോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആണെങ്കിൽ സ്വർഗരാജ്യത്തിലോട്ടാണ് പോകുന്നതെന്നുള്ളത് നാം വഞ്ചിക്കപ്പെടരുത്. പ്രിയമുള്ളവർ, ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. പിശാച് നമ്മളെ വഞ്ചിക്കാനിടയുണ്ട്. സർപ്പവുമായ തലഹവായി ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സും ക്രിസ്തുവിനുള്ള ഏകാഗ്രത നിർമ്മലത വിട്ട് വഷളായി പോകാൻ ഇടയുണ്ട് എന്ന് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളോട് പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മൾ കേട്ട ദൈവകൃപ, നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപ അത് യഥാർത്ഥമാണോ? യഥാർത്ഥമാണെങ്കിൽ നമ്മുടെ മാനസാന്തരം യഥാർത്ഥമായിരിക്കണം. നമ്മുടെ മാനസാന്തരം യഥാർത്ഥമാണോ? അല്ല, നമ്മുടെ ആ രക്ഷ യഥാർത്ഥമാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് വെളിപ്പെടും. നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം വരും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരും. ഇന്നും ഈ ലോകത്തനുരൂപമായ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ദൈവത്തിനൊരിക്കലും മാറ്റമില്ല, മാറത്തുമില്ല. നമുക്ക് വേണ്ടി സ്വഭാവം മാറ്റിക്കളയുന്നവനല്ല ദൈവം. നമുക്ക് വേണേ മാറാം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, ഒരിക്കലും മാറ്റമില്ല. യേശുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. മാറ്റം വരുത്തേണ്ടത് നമ്മുടെ സ്വഭാവത്തിന് നമ്മളാണ് മാറ്റം വരുത്തേണ്ടത്. അത് ദൈവത്തെ നമ്മുടെ ഇഷ്ടം ചെയ്യിക്കാൻ വേണ്ടി നമ്മളെ ദൈവത്തെ സ്വാധീനിക്കുകയല്ല, നേരെ മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുകയാണ് വേണ്ടത്. നാം ഇതിന് തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ ദൈവം ഇന്നും ഒരുക്കമുള്ളവനാണ്. ഇന്നും ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി വ്യവസ്ഥയുമില്ലാതെ സമർപ്പിക്കുന്ന ഒരു ആളെയെങ്കിലും ഇന്നും ദൈവം അന്വേഷിക്കുന്നു. ആ ഒരുവനായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ.